എല്ലാവർക്കും നല്ല നമസ്കാരം. ജാവാസ്ക്രിപ്റ്റ് നോട്ട്.js ട്യൂട്ടോറിയൽ സീരീസിലേക്ക് സ്വാഗതം. ഈ സീരീസിൽ ഇന്ന് നമ്മൾ നോക്കുന്നത്, ഈ വീഡിയോയിൽ നോക്കുന്നത് ജാവാസ്ക്രിപ്റ്റിലെ അറേയായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഫംഗ്ഷൻസാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് പോപ്പും പുഷും ആയിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഷിഫ്റ്റും അൺഷിഫ്റ്റുമാണ്. ഷിഫ്റ്റും അൺഷിഫ്റ്റും പോപ്പും പുഷും പോലെ തന്നെയാണ്. പോപ്പും പുഷും അറേയുടെ എലമെൻറ്റിൽ ഏറ്റവും അവസാനം വർക്ക് ചെയ്യുമ്പോൾ ഷിഫ്റ്റും അൺഷിഫ്റ്റും വർക്ക് ചെയ്യുന്നത് അറേയുടെ ആദ്യത്തെ എലമെൻറ്റിലാണ്. അതായത് പുഷും പോപ്പും അവസാനം സംഭവിക്കുന്നു, അവരുടെ അവസാനത്തെ എലമെൻറ്റിൽ എഫക്റ്റ് ചെയ്യുന്നു. ഷിഫ്റ്റും ഷിഫ്റ്റും അറേയുടെ ഫസ്റ്റ് എലമെൻറ്റ് വർക്ക് ചെയ്യുന്നു. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു അറയ്ക്കകത്ത് ഇപ്പം സീറോത്ത് പൊസിഷനിൽ ബനാന, ഒന്നാമത്തെ പൊസിഷനിൽ ഓറഞ്ച്, രണ്ടാമത്തെ പൊസിഷനിൽ ആപ്പിൾ. നമ്മൾ ഫ്രൂട്ട്സ് അൺഷിഫ്റ്റ് എന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും, അതായത് അൺഷിഫ്റ്റ് മാംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ പൊസിഷനിലേക്ക് മാംഗോ ആഡായിപ്പെടും. അതിനുശേഷം അപ്പം ഈ അറയ്ക്കകത്ത് 4 എലമെൻ്റ് ആവും. ഫസ്റ്റ് എലമെൻറ്റ്, അതായത് സീറോത്ത് പൊസിഷൻ എലമെൻറ്റ് മാംഗോ ആവും. ബനാന, ഓറഞ്ച്, ആപ്പിൾ എവിടെയെല്ലാം ഓരോ നമ്പർ മുന്നോട്ട് കൂടും. അതായത് 4 എലമെൻ്റ് ആയി മാറും. ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോപ്പ് പോലെ തന്നെയാണ്. പോപ്പ് നമ്മൾ അറയുടെ അവസാനം വർക്ക് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് അറയുടെ ആദ്യം വർക്ക് ചെയ്യുന്നു. അതായത് ഈ അറയ്ക്കകത്ത് കാണുമെങ്കിൽ ബനാന, ഓറഞ്ച്, ആപ്പിൾ ഇവയുള്ള ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ അറയെ നമുക്ക് ഷിഫ്റ്റ് വിളിക്കുകയാണെങ്കിൽ അതിനകത്ത് ബനാന മാഞ്ഞു പോകും. പിന്നെ ആ അറയ്ക്കകത്ത് 2 എലമെൻറ്റേ കാണുള്ളൂ. നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമ്മളിപ്പം നമ്മുടെ അരയ്ക്കകത്ത് ആപ്പിള്, ഓറഞ്ച്, മാംഗോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ അരയ്ക്കകത്തേക്ക് അൺഷിഫ്റ്റ് ചെയ്യുകയാണ്. എന്താണ് ഒരു ന്യൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞത്. ന്യൂ ഫ്രൂട്ട് ഷിഫ്റ്റ് ചെയ്തു. നമുക്ക് ഇതൊന്ന് കൺസോൾ ലോഗ് ചെയ്തേക്കാം. നമുക്ക് പ്രിവ്യൂ നോക്കാം. നോക്കുക, അരയ്ക്കകത്ത് ആദ്യം ആപ്പിൾ, ഓറഞ്ച്, മാംഗോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ന്യൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു പുതിയ എലമെൻറ്റിനെ അൺഷിഫ്റ്റ് ചെയ്തു. അപ്പം അത് ഫസ്റ്റ് എലമെൻറ്റായിട്ട് വന്നു. അത് സീറോത്ത് പൊസിഷനിൽ എലമെൻറ്റായി മാറും. ബാക്കിയെല്ലാം സീറോത്ത് പൊസിഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന ആപ്പിളായിരുന്നു, അത് ഒന്നാമത്തെ പൊസിഷനിലേക്ക് മാറി. ഒന്നാമത്തെ പൊസിഷനിൽ ഉണ്ടായിരുന്ന ഓറഞ്ച് രണ്ടാമത്തെ പൊസിഷനിലേക്ക് മാറി. രണ്ടാമത്തെ പൊസിഷനിൽ ഉണ്ടായിരുന്ന മാംഗോ മൂന്നാമത്തെ പൊസിഷനിലേക്ക് മാറി. ഓക്കെ, അതാണ് വളരെ സിമ്പിളായ കാര്യമാണ്. ഇനി നമുക്ക് ഷിഫ്റ്റ് നോക്കാം. ഓക്കെ, ഇത് ഞാൻ മായ്ച്ച് കളയുന്നു, അൺഷിഫ്റ്റിനെ കളഞ്ഞേക്കുന്നു. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഡോട്ട് ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നു. പ്രിവ്യൂ നോക്കാം. അതായത് ഇവിടെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അരയ്ക്കകത്ത് 3 എലമെൻ്റ് ഉണ്ട്. സീറോത്ത് പൊസിഷൻ ആപ്പിൾ, ഒന്നാമത്തെ പൊസിഷനിൽ ഓറഞ്ച്, രണ്ടാമത്തെ പൊസിഷനിൽ മാംഗോ. നമ്മൾ ഷിഫ്റ്റ് വിളിച്ച് കഴിയുമ്പോഴത്തേക്കും സീറോത്ത് പൊസിഷനിലുള്ള എലമെൻറ്റ് പോകും. അപ്പം ഈ അരയ്ക്കകത്ത് 2 എലമെൻ്റായി മാറും. നമുക്ക് നോക്കാം. റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, 3 എലമെൻ്റ് ഉണ്ടായിരുന്നു, അത് ഓരോ എലമെൻറ്റ് പോയി 2 എലമെൻ്റായി. ഓറഞ്ചും ആപ്പിളും ഏതാ പോയത് നോക്കുക. സീറോത്ത് പൊസിഷനിലുണ്ടായിരുന്ന ആപ്പിൾ പോയി. വളരെ സിമ്പിളായ കാര്യമാണ്. ഓക്കെ, ഇത് വളരെ സിമ്പിളായ 2 മെത്തേഡ്സാണ്. പുഷും പോപ്പും കണ്ടു കഴിഞ്ഞു. അതിന് നേരെ എതിരാണ് അൺഷിഫ്റ്റും ഷിഫ്റ്റും. പുഷ് ഏറ്റവും അവസാനത്തെ പൊസിഷനിൽ ഒരു പുതിയ എലമെൻറ്റ് ആഡ് ചെയ്യുമെങ്കിൽ അൺഷിഫ്റ്റ് സീറോത്ത് പൊസിഷനിൽ പുതിയ എലമെൻറ്റ് ആഡ് ചെയ്യും. പോപ്പ് ഏറ്റവും പുറകിലത്തെ, ഏറ്റവും അവസാനത്തെ എലമെൻറ്റിനെ മായ്ച്ച് കളയുമെങ്കിൽ ഷിഫ്റ്റ് ഏറ്റവും ആദ്യത്തെ എലമെൻറ്റ് മായ്ച്ച് കളയും. വളരെ സിമ്പിളായ 2 ഫംഗ്ഷൻസാണ് ഷിഫ്റ്റും അൺഷിഫ്റ്റും. അത് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചോദിക്കുക. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.